ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ ബോഡി വൈറ്റനിങ് ക്രീം എങ്ങനെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ, അതായത് ബ്ലാക്ക് മാർക്ക്, സൺ ടാൻ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നമ്മുടെ സ്കിൻ നല്ല വൈറ്റ് ആകാനും ബ്രൈറ്റ് ആകാനുമായിട്ടുള്ള ഒരു ക്രീമാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും ഷെയറും. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കാരണം കുട്ടികൾക്ക് ലീവൊക്കെ അല്ലായിരുന്നോ, അപ്പോൾ പിന്നെ വീട്ടിൽ നല്ല തിരക്കൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാതിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഡെയിലി വീഡിയോ ഇടും. ഡെയിലി അല്ല, ഒരു ദിവസം ഇടവിട്ട് വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പാലാണ്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി റൈസ് ഫ്ലോർ, ഒരു 2 ടീസ്പൂൺ റൈസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പം ഞാനൊരു പാത്രത്തിലോട്ട് ആ പാലൊഴിച്ചിട്ട് റൈസ് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ കത്തിക്കാം. അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി ഈ പൊട്ടറ്റോയും കൂടെ, ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിരിക്കണം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ 1 കപ്പ് പാലിൻ്റെ കൂടെ 2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകി വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഒരുമാതിരി കുറുകി വന്നിട്ടുണ്ട്. ഇനി കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ തിക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇത് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. ബൈ ചാൻസ് നിങ്ങളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് മിക്സിക്കകത്തിട്ട് അരച്ചിട്ട് കാണിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ക്രീമിൻ്റെ ഒരു രൂപം പോലെ വേണം, അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് തടിച്ചായിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുന്നത്. ഞാനിത് മിക്സിക്കകത്തിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നോക്ക്, നല്ല ക്രീമിൻ്റെ ഒരു ലെവലായിട്ടുണ്ട് ഇത്. ഇത് നോക്കാമെങ്കിൽ ഒരു ക്രീമാന്ന് തന്നെ തോന്നത്തുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരാഴ്ച വരെയൊക്കെ ഇത് കേടാകാതെ ഇരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബാൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ബാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തോർത്ത് അല്ലെങ്കിൽ ടവലൊക്കെ കിട്ടിയാൽ മതി. പിന്നെ ഞാൻ ഇത് ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കണം, അതായത് കമൻറ്റ് ഇടണം. കാരണം ഇത് നല്ല റിസൾട്ട് കിട്ടും. ചെയ്ത അനുഭവമുള്ളവർക്ക് ഞാനിത് കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്നോട് പറയാറുണ്ട്, ഞങ്ങളിത് ചെയ്തിട്ട് നല്ല ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണം, നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മുഖത്ത് മാത്രം അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതിങ്ങനെ കയ്യിൽ കുറച്ചെടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണം. എന്നിട്ട് പതുക്കെ മസാജ് ചെയ്യണം. ഞാനിതിൻ്റെ അകത്ത് മസാജ് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങളും ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പതുക്കെ മസാജ് ചെയ്യണം. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കഴുത്തിൻ്റെ അവിടെയും അപ്ലൈ ചെയ്യണം, അല്ലാതെ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യരുത്. അപ്പോൾ 2 കളർ ഉണ്ടാവും, മുഖത്ത് വേറെ കളർ, കഴുത്തിൻ്റെ അവിടെ വേറെ കളർ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിൻ്റെ അവിടെ അപ്ലൈ ചെയ്യണം. പക്ഷേ ഈ ക്രീം അങ്ങനെ അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യണം. എന്നിട്ട് എനിക്ക് റിസൾട്ട് അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഈ ഐബ്രോ ഇല്ലേ, നല്ല ഷേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഐബ്രോ ഇങ്ങനെ പതുക്കെ മേലോട്ട് ഇങ്ങനെ മസാജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഐബ്രോ നല്ല ആർച്ച് ഷേപ്പിൽ വരും.
ഒരു ദിവസം കൊണ്ട് വരില്ല കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി, ഡെയിലി ചെയ്യണം. ഡെയിലി കുറച്ച് എണ്ണയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യില്ലേ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഐബ്രോ വളരാനുള്ള ക്രീമൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, വീഡിയോ ഒക്കെ ഉണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നിങ്ങളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ മസാജൊക്കെ ചെയ്യണം പതുക്കെ. അപ്പോൾ ഐബ്രോ നന്നായിട്ട് വളരുകയും ചെയ്യും, ഐബ്രോയ്ക്ക് നല്ല ഷേപ്പൊക്കെ വരികയും ചെയ്യും. നല്ല ആർച്ച് ഷേപ്പിലുള്ള ഐബ്രോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങുമ്പോഴത്തേക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാനിത് ഉണങ്ങി കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഇങ്ങനെ വെള്ളം എടുത്തിട്ട് പതുക്കെ മസാജ് ചെയ്യണം. ഇനി ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് മുഖത്ത് തേക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്യാം. ക്രീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് എടുത്ത് അപ്ലൈ ചെയ്താലും മതി. ഞാനിപ്പോൾ കുറച്ച് അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഡ്രൈ സ്കിന്നൊന്നും അല്ല, പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കയ്യിൽ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ അലോവേര ജെല്ലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അലോവേര ജെല്ല് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മോയ്സ്ചറൈസ് ക്രീം, അല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർ. പിന്നെ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 വയസ്സിന് മേലുള്ള കുട്ടികൾക്കൊക്കെ, അതായത് 10 വയസ്സിന് മേലുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇത് ആർക്കെന്നില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്യാം നെക്സ്റ്റ് ഡേയോ. പിന്നെ ആഴ്ച നിങ്ങൾ ഇതൊരു 3 ദിവസമെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ഇല്ല സമയം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസമെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.